എടുക്കാൻ പോകും വാക്സിനേഷൻ എടുക്കാൻ പോകും പറയടി നമ്മൾ അവിടെ പോവാ നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ പോവാം പാ. അയ്യോ ഇന്ന് റൂബിയുടെ സെക്കൻഡ് വാക്സിനേഷനാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാണ്. എത്തിയ അവിടെ തന്നെ ഫീബി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ എന്താ സംഭവം, ക്ലിനിക്ക് കണ്ട് പേടിച്ചിട്ടാണ്. സാധാരണ ഫീബിക്ക് എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കുത്തിവെപ്പ് കിട്ടുന്നതാണ്. പിന്നെ അത് മാത്രമല്ലോ ഇവിടുന്ന് ട്രീറ്റും കിട്ടാറുള്ളൂ എന്നുള്ള ഇതിലായിരിക്കും ഫീബി പോകുന്നുണ്ടാവുക. അടക്കി വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്, എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. ചാടി കയറി നേരെ കയറിയപ്പോൾ ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക്. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പൊന്നി പണിയാണല്ലോ, നേരെ ഇതിൻ്റെ മറി ഒടിഞ്ഞിരിക്കുകയെന്നൊക്കെ. എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് വെയിറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവളുണ്ടോ അതിനുള്ളിൽ നിൽക്കുന്നു. പിന്നെ നേരെ എടുത്ത് അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് മനസ്സിലായത് അവൾ പെട്ടു എന്നുള്ളത്. കാരണം ലാസ്റ്റ് ടൈം ഇവിടെ തന്നെയാണ് വാക്സിനേഷൻ കിട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ നോക്കിയെങ്കിലും പിന്നെ ചേട്ടനൊക്കെ ഒന്ന് ഒഴിഞ്ഞൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നപ്പോൾ അവിടെ വന്നു. ഫീബിയോട് ചോദിച്ചു ഞാൻ, അവൾക്ക് വാക്സിനേഷൻ വേണമെന്ന്. ഫീബി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒഴിവാക്കി. ടാറ്റയെ കാണിച്ച് വെക്കുന്നുണ്ട്. ഇതേ കഴിഞ്ഞേ ചാടി കയറിയിട്ട് കിടക്കുക. എനിക്കിനി വെയ്യേ എൻ്റെ പൊന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയെന്നാണ്. ആ സമയത്താണ് ഫീബിയുടെ നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയത്. അവളുണ്ടോ സമ്മതിക്കണം. അവളെ ലാസ്റ്റ് വേഷം കെട്ട് മൊത്തം കാണിച്ച് പറ്റുന്നില്ല, 4 പേര് പിടിച്ചിട്ടു. ലാസ്റ്റ് വേറൊരു വഴിയിലാണ്ട് ഞാൻ അവളെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവൾ പെട്ടല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് കൊച്ചിൻ്റെ കൂടെ ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തു. എൻ്റെ പൊന്നേ എനിക്ക് വെയ്യേ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയെന്നാണ് ഡൂബിയുടെ പക്ഷം. നേരെ വണ്ടി കയറി കഴിഞ്ഞാൽ ഫീബി ഫസ്റ്റ് ചാടി കയറി ഫ്രണ്ടിലിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രസം, ഇങ്ങോട്ടാടി ഒരു യാത്രയുണ്ട്. നല്ല രസമുള്ളൊരു പരിപാടിയാണത്. ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേനും ദേ അപ്പുറത്തിരിക്കുന്നു ഒരു ബീഗിൾ ചേട്ടൻ. നേരെ വന്നു അംഗം വെട്ട്, ഫുള്ള് വിഷയം. ഇങ്ങോട്ടോടുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ നേരം അംഗം വെട്ടി പിന്നെ ബോറടിച്ചു. എന്നാൽ പിന്നെ പോവാന്നുള്ള പക്ഷമായി. പിന്നെ പോകും തന്നെ.